ഹലോ ഗൈസ്, എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം. സോ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പേ ഞാൻ ജസ്റ്റ് ഒരു കാര്യം പറയാം. 50K സ്പെഷ്യലിൻ്റെ വീഡിയോ ചെയ്യുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതൊന്നല്ല കേട്ടോ ആ ഒരു വീഡിയോ, കഴിഞ്ഞ വീഡിയോ ഒന്നും അല്ല കേട്ടോ. അത് വരുന്നുണ്ടാവും, ജസ്റ്റ് കുറച്ചൊരു ഡിലേ വരുന്നുണ്ടാവും. ഞാനൊരു സർപ്രൈസ് ആയിട്ട് കൊണ്ടുവരാമെന്ന് വിചാരിച്ചായിരുന്നു. പിന്നെ ഇൻസ്റ്റഗ്രാമിൽ ഫോളോ ചെയ്യുന്ന ആൾക്കാർക്കാണെങ്കിൽ ജസ്റ്റ് ഒന്ന് മനസ്സിലായിട്ടുണ്ടാവും ഏത് തരം, അതായത് എങ്ങനത്തെ വീഡിയോ ആണ് വരുന്നത് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് മനസ്സിലായിട്ടുണ്ടാവും. സോ എല്ലാവരും വെയിറ്റ് ചെയ്യുക. അതേപോലെ തന്നെ ഇൻസ്റ്റഗ്രാമിൽ ഫോളോ ചെയ്യാത്തവരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ചെക്കൗട്ട് ചെയ്ത് നോക്കുക. MM77YT എന്നാണ് ഇൻസ്റ്റാഗ്രാമിൻ്റെ യൂസർ നെയിം. ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ എൻ്റെ അപ്ഡേറ്റ്സിനായിട്ട് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. സോ എന്തായാലും നമുക്ക് ഈ ഒരു വീഡിയോയിലേക്ക് കടക്കാം. എങ്ങനെ ഈ ഒരു ട്രാൻസിഷൻ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളത് നോക്കാം. വളരെ സിമ്പിളാണ്, എല്ലാവർക്കും ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ട്രാൻസിഷനാണ്. സോ എന്തായാലും നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് ഫുള്ളായിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക. എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഓക്കെ, സോ ആദ്യം തന്നെ ഞാനിവിടെ ഫോട്ടോസ് എല്ലാം അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ഒരു രീതിയിലാണ് നിങ്ങളെല്ലാം ഫോട്ടോസ് ആണെങ്കിൽ ഫോട്ടോസ്, അല്ലെങ്കിൽ വീഡിയോസ് ആണെങ്കിൽ വീഡിയോസ് ഈ ഒരു രീതിയിലാണ് അറേഞ്ച് ചെയ്ത് വെക്കേണ്ടത്. അതായത് ഒരു ലെയറിൻ്റെ ഒരു മുകളിൽ വേറെ ലെയർ വെച്ചിട്ടാണ് നമ്മൾ ഫോട്ടോസ് അറേഞ്ച് വെക്കേണ്ടത്. ഞാനിപ്പോൾ ഒരു 4 ലെയേഴ്സ് എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ക്രോപ്പ് ചെയ്യലാണ്. അപ്പോൾ അലൈറ്റ്മോഷനിൽ ഇതുവരെ ക്രോപ്പ് ചെയ്യാൻ അറിയാത്തവർക്കായിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് ഒരു റെക്റ്റാങ്കിൾ ആഡ് ചെയ്യാം. അതിനുശേഷം 3 ഡോട്ട്സ് ക്ലിക്ക് ചെയ്തതിന് ശേഷം സ്ട്രെച്ച് ടു സ്ക്രീനാണ് നമ്മൾ എടുക്കേണ്ടത്. ഒരുപാട് പേർക്ക് മിസ്റ്റേക്ക് വരുന്നത്, ഒന്നെങ്കിൽ അവർ ഫിറ്റ് സ്ക്രീൻ ചെയ്യും അല്ലെങ്കിൽ ഫിൽ സ്ക്രീൻ ചെയ്യും. നമ്മളിവിടെ സ്ട്രെച്ച് ടു സ്ക്രീനാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. ഓക്കെ, എന്നിട്ട് അവർ റെക്റ്റാങ്കിൾ ആഡ് ചെയ്യുക. അതിനുശേഷം ഇങ്ങനെ അറേഞ്ച് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഈ ഒരു റെക്റ്റാങ്കിൾ അറേഞ്ച് ചെയ്തിരിക്കുന്ന ഇത് ക്രോപ്പ് ചെയ്യാനായിട്ടാണ്, നമ്മൾ ഫസ്റ്റ് ലെയർ ക്രോപ്പ് ചെയ്യാനായിട്ടാണ്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു റെക്റ്റാങ്കിളും ഫസ്റ്റ് റെക്റ്റാങ്കിളാണ് സെലക്ട് ചെയ്യുക. അതിന് ശേഷം ആ ഒരു ലെയറും സെലക്ട് ചെയ്തതിന് ശേഷം രണ്ടാമത്തെ ഓപ്ഷൻ, അതായത് മുകളിൽ വരുന്ന രണ്ടാമത്തെ ഓപ്ഷൻ ഗ്രൂപ്പ് ആൻഡ് മാസ്ക് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ആ ഒരു ലെയർ ഇവിടെ ക്രോപ്പായിട്ട് കിട്ടിയിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. കണ്ടോ, ക്രോപ്പായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതേപോലെ നിങ്ങൾ എല്ലാ ലെയേഴ്സും ക്രോപ്പ് ചെയ്തെടുക്കുക. വളരെ സിമ്പിളാണ്, എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതാണ്. എല്ലാം ക്രോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ ക്രോപ്പ് ചെയ്ത് കൊടുക്കേണ്ടത്. ഇനി നമ്മൾ അടുത്തായിട്ട് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ട്രാൻസിഷൻസ് ആഡ് ചെയ്യാം. സോ ഞാനിവിടെ ഫസ്റ്റ് ലെയർ സെലക്ട് ചെയ്യണം. അതിനുശേഷം മൂവ് ആൻഡ് ട്രാൻസ്ഫോമിൽ പോയതിനു ശേഷം ഈ ഒരു പൊസിഷൻ ഉണ്ടല്ലോ, നമ്മുടെ പൊസിഷൻ, അതിൻ്റെ ആ ഒരു സെൻറ്റർ ഭാഗം എടുത്തിട്ട് ഈ ഒരു സൈഡിൽ, ഏറ്റവും സൈഡിൽ, അതായത് കോർണറിലായിട്ട് കൊണ്ടുപോയി വെക്കുക. ഈ ഒരു രീതിയിൽ കോർണറിൽ കൊണ്ടുപോയി വെച്ചതിന് ശേഷം റൊട്ടേഷൻ എടുത്തതിന് ശേഷം സ്റ്റാർട്ടിങ്ങിൽ ഒരു കീ ഫ്രെയിം ആഡ് ചെയ്യുക, സെൻറ്ററിൽ ഒരു കീ ഫ്രെയിം ആഡ് ചെയ്യാം. അതിനുശേഷം സ്റ്റാർട്ടിങ്ങിൽ കീഴിലോട്ട് വന്നിട്ട് ഈ രീതിയിൽ നിങ്ങൾ സെറ്റ് ചെയ്യുക, അതായത് 90 ഡിഗ്രി. എന്നിട്ട് നമ്മളിവിടെ ആഡ് ചെയ്യാൻ പോകുന്ന ഗ്രാഫ് എന്ന് പറയുന്നത് കർവ്. നമ്മളിപ്പോൾ ആഡ് ചെയ്യാൻ പോകുന്ന കർവ് എന്ന് പറയുന്നത് ഇതാണ്. സോ നിങ്ങൾ ഈ ഒരു കർവ് ആഡ് ചെയ്യാം. അതിനുശേഷം 3 ഡോട്ട്സ് ക്ലിക്ക് ചെയ്തിട്ട് ഈ ഒരു കർവ് കോപ്പി ചെയ്യാം. അപ്പോൾ ഇതേപോലെ തന്നെ നിങ്ങൾ എല്ലാത്തിലും കൊണ്ടുപോയിട്ട് ചെയ്യാം. പക്ഷേ നമുക്ക് ഫസ്റ്റ് ലെയറിൽ നമ്മൾ ഈ ഒരു ഭാഗത്ത്, അതായത് ലെഫ്റ്റിലാണ് നമ്മൾ ആ ഒരു പൊസിഷൻ കൊണ്ടുപോയി വെച്ചിട്ടുള്ളത്, ആ ഒരു സെൻറ്റർ ഭാഗം. അപ്പോൾ നമ്മൾ രണ്ടാമത്തെ ലെയറിലോട്ട് വന്നിട്ട് പൊസിഷൻ എടുത്തതിന് ശേഷം ഈ റൈറ്റ് സൈഡിലാണ് നമ്മൾ കൊണ്ടുപോയി വെക്കേണ്ടത് ഈ ഒരു പൊസിഷൻ, അതായത് ഈ ഒരു കോർണറിലായിട്ടാണ് നമ്മൾ കൊണ്ടുവെക്കേണ്ടത്. അതിനുശേഷം നമ്മൾ റൊട്ടേഷൻ എടുത്തതിന് ശേഷം സ്റ്റാർട്ടിങ്ങിൽ ഒരു കീ ഫ്രെയിം ആഡ് ചെയ്യുക, സെൻറ്ററിൽ ഒരു കീ ഫ്രെയിം ആഡ് ചെയ്യുക, സ്റ്റാർട്ടിങ്ങിൽ കീഴിലോട്ട് വന്നിട്ട് 90 ഡിഗ്രി സെറ്റ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ കോപ്പി ചെയ്ത ആ ഒരു കർവ് ഇവിടെ കൊണ്ടുപോയിട്ട് പേസ്റ്റ് ചെയ്യുക. ഞാൻ ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്ത് കാണിച്ചു തരാം. ഈ ഒരു രീതിയിലാണ് നമ്മളിവിടെ സെറ്റ് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ലെയറിൽ ലെഫ്റ്റിലും സെക്കൻഡ് ലെയറിൽ റൈറ്റിലും, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫസ്റ്റ് ലെയറിൽ റൈറ്റിലും സെക്കൻഡ് ലെയറിൽ ലെഫ്റ്റിലും കൊണ്ടുപോയി വെക്കാൻ പറ്റും. നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം. സോ ഞാനിപ്പോൾ എല്ലാത്തിലും കൊണ്ടുപോയിട്ട് അതുപോലെ ചെയ്യാനായിട്ട് പോവാണ്. ആദ്യം പൊസിഷൻ എടുത്തതിന് ശേഷം ലെഫ്റ്റ് കോർണറിൽ കൊണ്ടുപോയി വെച്ചു. അതിനുശേഷം റൊട്ടേഷൻ എടുത്തു, സ്റ്റാർട്ടിങ്ങിൽ ഒരു കീ ഫ്രെയിം ആഡ് ചെയ്യും, രണ്ടാമത്തെ ഒരു കീ ഫ്രെയിം ആഡ് ചെയ്തു സെൻറ്ററിലായിട്ട്.
സ്റ്റാർട്ടിങ്ങിൽ കീ ഞാൻ 90 ഡിഗ്രി സെറ്റ് ചെയ്ത് കൊടുത്തു. ആ ഒരു കർവ് കൊണ്ടുപോയിട്ട് പേസ്റ്റ് ചെയ്തു. ഇതേ രീതിയിലാണ് നമ്മളിവിടെ എല്ലാത്തിലും കൊണ്ടുപോയി ചെയ്യേണ്ടത്. ഓക്കെ ഫൈൻ. പ്ലസ് ഒരു കീ ഫ്രെയിം ആഡ് ചെയ്തു, സെൻറ്ററിൽ ഒരു കീ ഫ്രെയിം ആഡ് ചെയ്തു. സ്റ്റാർട്ടിങ്ങിൽ കീയിലോട്ട് വന്നിട്ട് 90 ഡിഗ്രി സെറ്റ് ചെയ്ത് കൊടുത്തു. ആ ഒരു കർവ് പേസ്റ്റ് ചെയ്ത് കൊടുത്തു. അപ്പോൾ നമുക്ക് ഈ ഒരു ലെയറിൽ ചെയ്യേണ്ട എല്ലാ ട്രാൻസിഷൻസും കംപ്ലീറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്ത് കാണിച്ചു തരാം. ഇനി നിങ്ങൾക്ക് ഇതിൽ വേണമെങ്കിൽ മോഷൻ ബ്ലർ ആഡ് ചെയ്യാം. ഞാൻ മോഷൻ ബ്ലർ ആഡ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. മോഷൻ ബ്ലർ എല്ലാത്തിലും കൊണ്ടുപോയിട്ട് നിങ്ങൾ മോഷൻ ബ്ലർ ആഡ് ചെയ്യാം, എല്ലാ ലെയേഴ്സിലും. പിന്നെ നിങ്ങൾക്ക് ടൈൽസ് എഫക്റ്റ് വേണമെങ്കിൽ ആഡ് ചെയ്യാം. ഞാൻ പ്രിവ്യൂവിൽ കാണിച്ചതിൽ ടൈൽസ് എഫക്റ്റ് ഒന്നും ഇല്ലായിരുന്നു. നിങ്ങൾക്ക് വേണമെങ്കിൽ ആഡ് ചെയ്യാം, യുവർ ചോയ്സ്. ഓക്കെ, സോ ഞാനിവിടെ ട്രാൻസിഷൻ കംപ്ലീറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണമെങ്കിൽ വേവ് ആപ്പ്, നമ്മൾ പ്രിവ്യൂവിൽ കണ്ട ആ ഒരു വേവ് ആപ്പ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഓപ്ഷനിലാണ് കേട്ടോ. നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങൾക്ക് വേണമെങ്കിൽ ആഡ് ചെയ്യാം. ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം എങ്ങനെ ആഡ് ചെയ്യാമെന്നുള്ളത്. വേവ് ആപ്പിൻ്റെ ട്യൂട്ടോറിയലൊക്കെ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ പ്രീസെറ്റും ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു പ്രീസെറ്റ് വെച്ചിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാനായിട്ട് പറ്റും. ഞാൻ ജസ്റ്റ് പെട്ടെന്ന് ചെയ്യാനായിട്ട് ഞാൻ ആ ഒരു പ്രീസെറ്റ് വെച്ചിട്ട് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് ആ ഒരു വേവ് ആപ്പ് എഫക്റ്റ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു വേവ് ആപ്പും ആഡ് ചെയ്യാം. അത് ജസ്റ്റ് ഓപ്ഷനിലാണ്, നിങ്ങളുടെ ചോയ്സ് അനുസരിച്ച് നിങ്ങൾ ചെയ്യാം. ഓക്കെ, ടൈൽസ് നമുക്ക് വേണ്ട, മോശം ബ്ലറും നമുക്ക് വേണ്ട. 2 വേവ് ആപ്പാണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. സോ കോപ്പി ചെയ്യാം, എല്ലാത്തിലും കൊണ്ടുപോയിട്ട് ഈ ഒരു വേവ് ആപ്പ് പേസ്റ്റ് ചെയ്യാം. ജസ്റ്റ് പ്ലേ ചെയ്ത് കാണിച്ചു തരാം. സോ ഇത്രയുള്ള ഈ ഒരു ട്രാൻസിഷൻ വളരെ സിമ്പിളായിട്ട് എല്ലാവർക്കും ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ട്രാൻസിഷനാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ബേഡാസ് എഡിറ്റ്സിലൊക്കെ യൂസ് ചെയ്യാം, ബേഡാസ് അതേപോലെ തന്നെ സ്ക്രാപ്പിലൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ട്രാൻസിഷനാണിത്. സോ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. സോ താങ്ക്സ് ഫോർ വാച്ചിങ്. നിങ്ങളെല്ലാവരും 50K സ്പെഷ്യൽ വീഡിയോസിനായിട്ട് വെയിറ്റ് ചെയ്യുക. സോ താങ്ക്സ് ഫോർ വാച്ചിങ്. സി നെക്സ്റ്റ് ടൈം. ബൈ.